ബഹ്റൈനിലെ ഇന്ത്യൻ സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഇന്നോവേറ്റേഴ്സ്, യുണൈറ്റഡ് പാരന്റ്സ് എന്നീ പാനലുകളിലായിരുന്നു മത്സരം. ആയിരക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്തു. 9,000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഇന്ത്യൻ സ്കൂളിന്റെ പുതിയ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വാശിയോടെ നടന്നു. ആയിരക്കണക്കിന് രക്ഷകർത്താക്കൾ വോട്ട് രേഖപ്പെടുത്തി. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇരു പാനലിന്റെയും വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചു. 8 ബൂത്തുകളിലായിരുന്നു വോട്ടെടുപ്പ് നടന്നത്. രാവിലെ മുതൽ നീണ്ട ക്യൂ കാണാമായിരുന്നു. 14 സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉൾക്കൊള്ളുന്ന ബാലറ്റിൽ 7 പേരെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. ബഹ്റൈൻ സ്വദേശി കുട്ടികളുടെ രക്ഷകർത്താക്കളും പ്രചാരണത്തിന് പങ്കെടുത്തു. ഇന്നോവേറ്റേഴ്സ് പാനൽ വിജയിക്കുമെന്ന് ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ച മോഹൻ ജോഷ പറഞ്ഞു. മത്സരിക്കുന്ന എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ, ഇന്ത്യൻ ജനങ്ങൾ, ബഹ്റൈനിലുള്ള എല്ലാവരും ഇവിടുത്തെ ഈ സ്കൂള് അവരുടെ അഭിമാനമായ ഈ സ്കൂള് നല്ല കൈകളിലിരിക്കണം, അവിടെ വിദ്യാഭ്യാസത്തിനായിരിക്കണം മുൻതൂക്കം എന്നൊക്കെ ബോധവാനായ ജനങ്ങൾ ഇന്നോവേറ്റേഴ്സ് പാനലിനെ തീർച്ചയായിട്ടും വിജയിപ്പിക്കും. തുടർ വിജയം ഉറപ്പാണെന്ന് യുണൈറ്റഡ് പാരന്റ്സ് പാനൽ ചെയർമാൻ അബ്രഹാം ജോൺ അഭിപ്രായപ്പെട്ടു. മികച്ച ഭരണം ജനങ്ങൾ അത് അംഗീകരിക്കുമെന്നുള്ളത് സുനിശ്ചിതമായ കാര്യമാണ്. ആ വിശ്വാസത്തിൻ്റെ ഉറപ്പിലാണ് ഞങ്ങൾ ഇലക്ഷൻ നേരിടുന്നത്. അതിൻ്റെ പ്രതിഫലനം 4-5 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇരു പാനലുകളും പ്രതീക്ഷയിലാണ്. എന്തായാലും ഫലം കാത്തിരുന്ന് കാണാം. ബഹ്റൈനിൽ നിന്നും സേതുരാജ് കടക്കൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.